മറ്റേ ആൻറ്റിക് എന്ന് പറയുന്ന ഒരു 100 years അങ്ങനെ പഴയത് ജനറേഷൻസ് വരുന്നതല്ല. അതാണ് വിൻറ്റേജ് ആൻറ്റിക് എന്ന് പറയുന്നത്. Again I'll explain to you what is the difference between vintage and antique. Vintage means it is coming in generation, passing on to generation and generation, and usually this colonial this thing all you get vintage. Antique means നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പഴയ കാലത്തെ 100 years old അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ആൻറ്റിക് എന്ന് പറയുന്നത്. അത് ആൻറ്റിക് വാല്യൂ, ആൻറ്റിക് വർക്ക് എന്നൊക്കെ പറഞ്ഞ അമ്പലങ്ങളിൽ ചർച്ചിലൊക്കെ ഉള്ള ആൻറ്റിക് ഇറ്റ് വിൽ ബി യൂഷ്വലി വെരി 100 years old. വിൻറ്റേജ് അങ്ങനെയല്ല, ജനറേഷൻസ് പാസ് ചെയ്ത് വരുന്നതാണ് ഈ വിൻറ്റേജ് എന്ന്. ഇറ്റ് വിൽ ബി ലിറ്റിൽ റിച്ച്. പണ്ട് അവരൊക്കെ വൈൻ യാർഡ്, ഗ്രേപ്പ് വൈനിലൊക്കെ ഇങ്ങനെ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് എല്ലാം വെച്ചിട്ട് അത് പിന്നെ അതിനെ അതിനാണ് വിൻറ്റേജ് എന്ന് പറയുന്നത്. അതിലൊക്കെ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് വിൻറ്റേജ് ആർട്ട് എന്ന് പറയുന്നത്. വിൻറ്റേജ് അതിൽ ഈ ഗോൾഡൻ നമ്മുടെ വൈൻ ബോട്ടിൽ എവറിത്തിങ് they do the wine bottle or decoration with that, and they keep it for generations and generations, that bottle sold. So I think ellarkum manasilayi nonnu. Any problem, any issues, any work, if you have any doubt, please message it to me. I'll do it after, I'll clear it to you after my program. I'll be seeing all the messages and I'll be doing the clear. Now let us start the work. What all I need, I will tell you. I'll show you. First thing we need is Fevicryl in black color. I told you everybody that I want Fevicryl black color. This one is Fevicryl black color. I have big one. Always try to buy 100 ml big bottle, so that it is very easy for everybody to use. And നമുക്ക് ചെറുതിലാകുമ്പോൾ കുറച്ച് ബാക്കി എപ്പോഴും കുറച്ചായിട്ട് എടുക്കേണ്ടി വരും. അതേസമയം നമുക്കിത് വലുത് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണേലും തീർന്നാൽ ഇത് ചീപ്പുമാണ്. വലിയ വില വ്യത്യാസം നല്ലപോലെ വരുന്നുണ്ട്. ഇത് 20 ml, ഇത് 100 ml. And then I told I want silver dust. This also Fevicryl. എൻ്റെ ഒരുപാട് പഴയതായിട്ട് ഇരുന്നതാക്കണ്ട. ഇത് ഒരു ആൻറ്റിക് വാല്യൂ ഉണ്ട് ഇതിനും. ആൻഡ് സിൽവർ കളർ ഡസ്റ്റ് പൗഡർ, സിൽവർ കളർ ഡസ്റ്റ് പൗഡർ. ഓക്കെ, നമുക്കിത് ഫെവിക്രിൽ കമ്പനിക്കാരുടെ സിൽവർ കളർ വരുന്നുണ്ട്, ഗോൾഡൻ കളർ വരുന്നുണ്ട്, പിന്നെ you have silver color, golden color, and also bronze, this one copper, all colors we get it. Silver എത്ര പഴയതാണ് നോക്കി, ഒന്നും ചീത്തയാവില്ല. I have used it for many years. You can say ഇത് ഒരു ആൻറ്റിക് പീസായിട്ട് നമുക്ക് വെക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അതങ്ങനെ ഞാൻ കാണും. പിന്നെ വേണ്ടത് നമുക്ക് ഫൈൻ ആർട്സിൻ്റെ ബ്രഷ്, ഫൈൻ ആർട്സ് ബ്രഷ്. Then we want glue. നമുക്ക് വേണ്ടത് ഫെവിക്കോൾ glue, MR glue. പിന്നെ നമുക്ക് വേണ്ടത് മോൾഡ് ഇറ്റ്, ഫെവിക്കോൾ മോൾഡ് ഇറ്റ് മോൾഡ് ഇറ്റ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം വേണം, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്. ടിഷ്യൂ പേപ്പർ എനിത്തിങ്, നമ്മുടെ ഫ്ലവർ ഉള്ള ടിഷ്യൂ പേപ്പർ അല്ല, സാധാരണ ടിഷ്യൂ പേപ്പർ. കിച്ചൺ ടിഷ്യൂ പേപ്പർ ആവാം, സാധാരണ ടിഷ്യൂ പേപ്പർ, ഹാൻഡ് ടവൽസ് ആവാം, എന്ത് വേണം. പിന്നെ വേണ്ടത് എം ടി ബോട്ടിൽസ് കണ്ടു, ക്ലീൻ വിത്ത് ഗ്ലാസ് ക്ലീനർ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്താണ് ഈ ബോട്ടിൽസ്. ഓക്കെ, all of you understood. I hope all of you understood all the things. Now any doubt please message to me. ഞാൻ പറയാം. വേണ്ടത് സിൽവർ പൗഡർ, ഒന്നുകൂടി പറയാം, ഫെവിക്രിൽ ബ്ലാക്ക് കളർ, ഫെവിക്കോൾ MR ഫെവിക്കോൾ, ബ്രഷ്. ഓക്കെ, പിന്നെ വേണ്ടത് മോൾഡി വി വോണ്ട്.
മോൾഡിറ്റ് ചിലർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഈ പ്രശ്നം കാരണം ലോക്ക്ഡൗൺ ആയത് കാരണമാണ് മോൾഡിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നത്. പ്ലീസ് സീ ദാറ്റ്. ഞാനത് ഇൻഫോം ചെയ്യാം കമ്പനിക്ക്. അവർ ഉടനെ തന്നെ അത് എത്തിക്കുന്നതായിരിക്കും, കടകളിലൊക്കെ എത്തിക്കുന്നതായിരിക്കും. എന്നിട്ട് അത് കിട്ടുമ്പോൾ എനിക്ക് സാധനങ്ങൾ മേടിച്ച് അയക്കുക. നമുക്ക് പിന്നെ വേണ്ടത് വൺ എംപ്റ്റി ബോട്ടിൽ, ക്ലീൻ ഇറ്റ് വിത്ത് ഗ്ലാസ് ക്ലീനർ ആൻഡ് കീപ്പ് ഇറ്റ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഐ എം ഗോയിങ് ടു ഫിക്സ് ദിസ്. ടേക്ക് ദ ടിഷ്യൂ പേപ്പർ, clean that bottle nicely with clean glass, tear it. You can tear it in any form, you can tear it. Take two this or രണ്ട് ലെയർ ആക്കുക, അല്ലെങ്കിൽ സിംഗിൾ ലെയർ ആക്കുക, ഏത് വേണേലും ആക്കുക. Then you decide എവിടെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഞാൻ എന്താ ഇങ്ങനെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഇത്രയും വലുത് വേണ്ട. അപ്പം ഞാൻ കുറച്ചും കൂടി അതൊന്ന് ഷേപ്പ് ചെയ്ത് കീറി, കീറിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് അത് ഒട്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. സോ ഇത്രയും ഭാഗം എനിക്ക് ഇനിയും വേണ്ട. നമ്മൾ ടേക്ക് ദ ഫെവിക്കോൾ, അപ്ലൈ ഫെവിക്കോൾ wherever you want. ഫെവിക്കോളും വെള്ളവും കൂടി, അധികം വെള്ളം മിക്സ് ചെയ്യരുത്. പ്ലീസ് സീ ദാറ്റ് യു ആർ നോട്ട് മിക്സിങ് മച്ച് വാട്ടർ, ബിക്കോസ് ദ ടിഷ്യൂ പേപ്പർ ഈസ് very thin. It will immediately tear it off. അത് കീറി പോകാൻ ചാൻസ് ഉള്ളതാണ്. See that you are not putting lot of water. Just add it wherever you want. You have to fix it. You have to fix it. See this tearing. But you can fix it like this. We are not, no problem is there. But see that it is not teared. And let it dry. Keep it for drying. In the meantime, I am keeping this for drying. In the meantime, what we are going to do? We are going to take the molding. Because molding, we have to mix it and keep it for 10 to 5 minutes. 5 minutes വേണ്ട, 2-3 minutes നമ്മളത് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്കത് ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 2 എണ്ണം ഞാൻ എടുത്തു. ഇത് ഹാർഡനർ, ഇത് റേസിൻ, 2 എണ്ണം കാണും. 2 പാക്കറ്റ് ഈക്വലി യു ഹാവ് ടു കട്ട് ഇറ്റ്. അത് കുറേ ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കരുത്. യു ഷുഡ് ടേക്ക് ഈക്വലി. യു ഷുഡ് നോട്ട് കട്ട് ഇറ്റ്, you should not mix it together. അത് മിക്സ് ചെയ്ത് കുറേ അങ്ങ് വെക്കുമ്പോഴത്തേക്കും, I hope you all can see. If you cannot see, please let me know. If you cannot see, please let me know. I will be message it to me. I will see that I will keep this thing properly. See, I have taken equal portion. Is it audible now? Equal portion I have taken. Okay. Take equal portion of molding and mix it. Equal portion and mix it properly. Don't press it too much. So that till you get an even color. It should be even. The color should be even. It should be white in color. Can you hear properly?
should be nice even color, white color. See, kanda if you want you can use little powder. There is no need of powder all. Nowadays it's coming very nice. Previously whatever is coming it was little sticky, but this nowadays they have made it new one. It is not sticky. See, this is the color. Can you see the color? Can you see the color? Okay. This is the even portion. This also I will keep it for a while. In the meantime, I have kept, see, this all previously I have done it and kept it for dry. This is dry, this is dry. See, this is dry, and this here also I have kept it previously only. ഇന്നലെ ഞാൻ ചെയ്തു വെച്ചാർന്ന ഇതു ഉണങ്ങി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. It is dried now completely. I'll start putting it. When it is wet, you can use it without glue. If with കുറച്ച് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂ ഇത് വെക്കേണ്ടി വരും. I will show you the final this thing. This is our final work. See, this is our final work. Okay, so now I will start making these small balls. I am going to make it to decorate. We have to decorate the piece. I have taken such small pieces. Okay. Small one, see. A glass piece either you can use one glass piece or red. You get it a lot of pieces nowadays. This I'm going to put it here or here or here. Anywhere you want you can put it. You want me to put it here, I'll put it here. You can apply little glue. You get, I have put yellow and white also. This I thought with the, because of it is green color bottle, I want to put it red one. Contrast, let it be contrast type. Okay. Is it audible and is it visible? Okay. By the time it is drying, we will make these small holes, small round balls. That size all, it depends upon your own decision. Okay, I want to put it because this is too big. I am going to put this little small one because I want to make this one visible properly. എനിക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെറുതാക്കി വെക്കുന്നത്. അപ്പോൾ അതിന് ഗ്ലൂ ഒന്നും വേണ്ട. When it is wet, you need not have any glue or anything. Okay. It will stick nicely. You give the drying time, it will stick nicely. നല്ല പോലെ കുറച്ചൊരു drying time കൊടുക്കണം. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നു. ഇതിനാണ് ഇവര് ഇത് ഇന്നത്തെ നമ്മൾ ഇനി അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും. We will be decorating this, and when it is wet only you have to decorate it. Otherwise you will not, if once it is dried you will not be able to give any impression.
അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇംപ്രഷനും കൊടുക്കാൻ പറ്റുകയില്ല. So see that it is wet. When you are giving impressions, you have to give it before dry. നല്ലപോലെ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇംപ്രഷൻസ് കൊടുക്കാൻ നോക്കണം. Whatever decoration, whatever impressions you want to give, please see that you are giving it before it dries. So I am going to give the impression with my pencil back. See, just press it. അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇംപ്രഷൻ ചെയ്യാൻ പറ്റില്ല. Once it is dried, you will not be able to give any impression. Whatever is given, it will get dried very fast. ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിക്കഴിയും. നമുക്ക് ഇംപ്രഷൻ കൊടുക്കാൻ നല്ല ആണിയുടെ ബാക്കോ എന്ത് സാധനം വെച്ച് നമുക്ക് ഇതിൽ ഇംപ്രഷൻ കൊടുക്കാം. പെന്നിൻ്റെ ബാക്ക്, പെൻസിലിൻ്റെ ബാക്ക്, ബ്രഷ്, എനിത്തിങ്. Now I want to put little see ഇവിടെ ഒന്നുകൂടെ താത്തി നോക്കണ്ട. We want to give a coil effect. അത് കാരണമാണ് ഇങ്ങനെ വെച്ചിട്ട് this all you can do only when it is wet. ഉണങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റുക. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഇനി വേറെ ഒരു പീസ് ഇതും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഈക്വൽ പീസ് ഓഫ് മോൾഡിട്ട് എടുത്തു. ഞാൻ വേറെ ഒരു പീസ്, ഒരു ഡെക്കറേഷൻ പീസും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എനി ഷേപ്പ്, എനിത്തിങ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു എനി. ഹായ് നസിയ, ഹായ് സുനിത, ഹായ് മീനാക്ഷി. Once it is dried only you will have problem. അതിന് മുന്നേ see, you can give any doubt till now, please message it to me. I'll be clearing it. Is it audible now? Is it audible now for you, all of you? Can you hear me properly? Now I'll show you another. See, I've taken a ball. Okay. I've done
done like this. Okay. Is it audible? Can you hear? Can you hear properly? Now I have done this one. I have taken it like this. Now I will be rolling it. Is it visible? Is it audible now? Okay. Then I will. ഇത് ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യും. This also, I know glue ഒന്നും വേണമെന്നില്ല. I don't think glue is needed. It will be sticking properly. Just press it for a while. Here also you can give some impressions. Okay. See, here I have put it. Can you see properly? Yes. I'll make again one more. Take a ball. Take how much you want, like big or small piece like this. A row. Like this I have made it. And roll it. Rolling it. This one I have rolled it this side. ഇത് ഇങ്ങോട്ട് മടക്കി ഇത് ഇങ്ങോട്ടേക്ക് റോൾ ചെയ്തു. കണ്ടു? ഇപ്പൊ കേൾക്കാമോ? അത് ഇത് ഇങ്ങോട്ടേക്ക് റോൾ ചെയ്തു, ഇത് ഇങ്ങോട്ട്. കണ്ടോ? കണ്ടോ? അത് ഞാനിവിടെ വയ്ക്കാം. ഇനി ഈ സൈഡിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടെ നമുക്കൊരു ബാലൻസിങ് വേണ്ടിയിട്ട് നമുക്ക് അവിടെയും കൂടി ഒരു റോള് വെച്ചിട്ട് വേറൊരു ഡിസൈനും കൂടെ കാണിച്ചു തന്നാൽ ഞാൻ ഫിനിഷ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ടൈം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മോൾഡിറ്റൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. Within 1 hour you cannot finish it. It takes 2 days, 2 hours to dry. ഒരു 2 days വർക്കാണ് ഇതൊക്കെ. ഡ്രൈയിങ് ടൈമും പെയിൻറ്റിങ് ഡ്രൈയിങ് ടൈം, മോൾഡി ഡ്രൈയിങ് ടൈം ഓൾ ടേക്സ് ലിറ്റിൽ ടൈമിങ്. പക്ഷെ നമുക്കിതിപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. See, once you get to know the idea, you can do it by yourself. That's why we are giving you an idea. And you get everything now. Easily available things are Fevicryl, moldy, colors, and everything is easily available. Even Amazon people now, we can buy everything online also. Everything is available online also, so no problem. You don't have to worry. ഷോപ്പിൽ പോവോ അല്ലെങ്കിൽ സാധനം മേടിക്കാൻ കിട്ടിയില്ല എന്ന് പറയുമോ ഒന്നും ചെയ്യണ്ട. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലൈൻ ഓൾസോ. ഓൺലൈനും ഉണ്ട്, പിന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ ആസ് ദിസ് കണ്ടീഷൻ വി കനോട്ട് ഗോ ടു ഷോപ്പ്. ഇവിടെ വരണം പലുത് വെച്ചു. ഇവിടെ വരണം ഞാൻ വലുത് വെച്ചു. നിങ്ങൾക്ക് അങ്ങനെ ഇവിടേക്ക് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. നമുക്ക് ഈ വിതിൻ ദിസ് hours I cannot finish it. That is why ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാണാം. യു ക്യാൻ ഫിനിഷ് ഇറ്റ് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് യു ക്യാൻ ഫിനിഷ് ഇറ്റ്.
But now as we have only little time, that's why I'm showing it to you little this much only, and it takes 1 hour to 2 hours to dry. Let it dry nicely, then only your work will be finished properly. Okay, so I'll show you how I have finished the work with this much, and I kept it for drying. I'll show you. Can you see properly? Can you see properly? Because it is dried nicely, I have given little flowery shape and all that. That is why I wanted little flowery shape. See, can you see properly, everybody? Now let me color it. First we have to take Hi Kavita. Hi Jyotsna. Yes. I will be coloring it full black. നമ്മുടെ സ്റ്റോണിൽ മുട്ടരുത്. Without touching the stone, you have to color it full black. It was not dried properly, that's why I will fix it, no problem. Everywhere you have to give, that is the beauty of this art. Previously they used to put very costly stones, okay, they used to put gems and all that. Now of course we cannot put, that is why we are putting our glass beads and all that. Diamonds, even they say, I have read it in some books that they put even diamonds also on the vintage bottles. This is a colonial system, it was like that. They used to decorate their house with all these things. Still it takes time to dry. When it is coming near the stone, when it is coming near the stone, see that you are doing it slowly. And the grooves, everything is there. See, petals and all that. I want to put it inside. That's why I've given. Everywhere you have to give black color. എല്ലായിടത്തും നല്ല പോലെ equally spread ആയിരിക്കണം black color. Black color should be equally spreaded out. നല്ല പോലെ കൊടുക്കണം.
ഇത് ഈ മോൾഡിറ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ഷുഡ് കീപ്പ് ഇറ്റ് ഒരു മിനിമം ഒരു 1 hour to 2 hours ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് ബ്ലാക്ക് കളർ അടിക്കുള്ളൂ. യു ഷുഡ് കീപ്പ് ആഫ്റ്റർ ഡെക്കറേറ്റിംഗ് വിത്ത് മോൾഡിംഗ് whatever designs you have to give, you give it, then let it dry for 1 to 2 hours. Let it dry nicely, then only you have to apply colors. Otherwise it will not stick properly. It will stick properly, give a drying time. So within 1 hour it is difficult to show you, but as we have done it yesterday, I have done it, still then it is taking little time to dry. Always give little, for art and craft all you have to keep little drying time always. Here also if you want you can put, I will show you, I have put and kept it, this stones, any stones you want you can keep put it. I'll take a small brush. I'll take a small brush because in between all it has not gone properly. So I've taken a small brush. All the grooves and everything. As I am doing it like this, I am not able to see properly. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ഇവിടെ എവിടെയൊക്കെ ആയി എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല, അതാണ്. ഇതിങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് now what we are going to do, now we will clean up little bit. ഇവിടെയൊക്കെ ആയിരിക്കുന്നത് we have to clean it. Now what we are going to do is take the silver dust before it is drying. The silver dust eduthu kanda, silver dust, Fevicryl, silver dust. You get Fevicryl product, silver dust, gold dust, bronze and also copper. 4 colors you get it, and it is very useful and it will never go bad. നിങ്ങൾക്ക് എത്ര നാൾ വേണേലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ആൻറ്റിക് വർക്ക് ചെയ്യാനും എന്ത് വർക്ക് ചെയ്യാനും ഈ സിൽവർ ഡസ്റ്റ്, ഗോൾഡ് ഡസ്റ്റ്, ബ്രോൺസ്, കോപ്പർ 4 ഡസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അത് പഴയതായതുകൊണ്ട് ചീത്തയാവുമൊന്നുമില്ല. എൻ്റെത് നിങ്ങൾക്ക് കുപ്പി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര നാളായതാണ്. ഐ എം ടേക്കിംഗ് എ ബ്രഷ്. എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്ത് പഴയ ബ്രഷ് ഉപയോഗിക്കുക. ഇതൊക്കെ ഫാനുള്ളത് കാരണം ഇതൊന്ന് പറക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് അധികം ഡ്രൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ പെയിൻറ് നമ്മൾ അടിച്ചിട്ട് ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ മോഡ് പോഡ്ജിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മോഡ് പോഡ്ജിൽ മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഷൈനിങ്ങും കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്ത് വെച്ചത്, ഞാൻ കാണിച്ചു തരാം.
ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാർ നല്ല ടെറക്കോട്ട ജാറൊക്കെ നല്ല ടൈപ്പിൽ നല്ല ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ അതിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇഫ് യു ഗെറ്റ് ടെറക്കോട്ട bottles type also you get it. You get terracotta pots also. On that also you can do it. But see that when you are doing vintage, try to put some stones. White or yellow or anything, green color or red or anything. That is the beauty of it. Antique work ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്യണമെന്നില്ല. If you are doing antique work, you need not put stones. Now what you have to do is you have to clean up. നമ്മുടെ ഈ സ്റ്റോണിലൊക്കെ വീണതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ഡ്രൈഡ് ഓഫ്. നമ്മൾ മോഡ് പോഡ്ജിൽ മിക്സ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അതിൽ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കും. യു ഹാവ് ടു ക്ലീൻ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഈവൻ വിത്ത് ലൈറ്റ് വാട്ടർ യു ക്യാൻ ക്ലീൻ ഇറ്റ്. This is the now keep it for drying. ഇത് നല്ലപോലെ ഉണങ്ങാൻ വെക്കണം. ഞാൻ ഉണങ്ങിയ പീസുകൾ കാണിച്ചു തരാം. ഇതാണ് ഇത്. ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിൽവർ ഫസ്റ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വിൻറ്റേജ്. കണ്ടോ, യെല്ലോ കളർ ഇവിടെ കൊടുത്തു, ഇവിടെ വൈറ്റ് കൊടുത്തു, അവിടെ റെഡ്. ഞാൻ നിങ്ങളെ കാണിച്ചത് റെഡ് വെച്ചിട്ട്. യു ക്യാൻ ഗീവ് വൈറ്റ്, യെല്ലോ, റെഡ്, എനിത്തിങ്. സം സ്റ്റോൺസ് ഷുഡ് ബി ദെയർ. പിന്നെ ദിസ് ഓൾ ഡെക്കറേഷൻ ഐ ഹാവ് ഡൺ. ദിസ് ഈസ് ദ കോയിൽ ഐ ഹാവ് ഡൺ. ഇത് കണ്ടോ, കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കോയിൽ ഐ ഹാവ് ഡൺ. എത്ര ഡെക്കറേഷൻ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ താഴെയും കുറച്ച് ഡെക്കറേഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, എനി ഡൗട്ട് പ്ലീസ് ലെറ്റ് മീ നോ. Another one piece. Here also I have given. ഇത് നമ്മള് ഇത് വേറെ നമ്മുടെ ഇതിൽ how we have done is I have taken one old lace. എൻ്റെ ഫ്രണ്ടിൻ്റെ തലയിൽ കിടന്ന ദുപ്പട്ടയുടെ താഴെ കിടന്നതാണ്. അത് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പഴയ ലേസ് ആണ്. ദിസ് ഈസ് വൺ ഓൾഡ് ലേസ്. ഐ ഹാവ് ടേക്കൺ ഇറ്റ് ഫ്രം മൈ ഫ്രണ്ട്സ് ആൻഡ് വി ഹാവ് യൂസ്ഡ് ഇറ്റ് ആസ് എ വിൻറ്റേജ് ആർട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഡെക്കറേഷൻ ദിസ് ഈസ് വെരി ഈസി. ഇതൊരു ഈസി വർക്കായിട്ട് ഞാൻ കാണിക്കുകയാണ്. നമ്മുടെ മോഡ് പോഡ്ജ് വെച്ചിട്ട് ഐ ഹാവ് ഡൺ ഇറ്റ്. ഓർ ഈവൻ യു ക്യാൻ യൂസ് ഫെവിക്കോൾ MR. ഇങ്ങനെ യൂസ് ചെയ്യുക. ഫുൾ ഡെക്കറേറ്റഡ്. See here also. And I have given it. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ ഞാനൊരു റെഡ് സ്റ്റോൺ കൊടുത്തു. കണ്ടോ? പിന്നെ വേറെ ഒരെണ്ണം ഫുൾ വിത്ത്. ഇത് സ്റ്റോൺ ഒന്നുമില്ല. ഇത് ഡിഫറൻസ് കാണിക്കാം. ഇതാണ് ആൻറ്റിക് എന്ന് പറയുന്നത്. ഇത് ആൻറ്റിക് വർക്കാണ്. ബിക്കോസ് നോ സ്റ്റോൺ. സി ഓൺലി ഐ ഹാവ് ഗിവൻ ദിസ് ഹിയർ. റോപ്പ് കൊടുത്തു, റോപ്പ് അറ്റാച്ച്ഡ്. ഇവിടെയെല്ലാം ഗ്രേപ്സിൻ്റെ വിത്ത് മോൾഡി grapes leaves. Then I have used copper.
കോപ്പറാണ് ഇതിൻ്റെ ഡെക്കറേഷനായിട്ട് പൗഡർ കൊടുത്തിരിക്കുന്നത്. Any doubt, please let me know.